ഇപ്പോൾ ഞാനുള്ളത് വയനാട്ടിലാണ്. വയനാട്ട് കയ്പക്കത്തോട്ടത്തിൽ കൃഷിയില്ലേ, അതേപോലെ കയ്പക്കത്തോട്ടത്തിലാണുള്ളത്. ഇവിടെ കുറേ കയ്പൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇതാ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ അവിടെ കുറേ കയ്പൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ട്രാവലിങ് വയനാട്ടിലേക്ക് വന്നതാണ്. ഇവിടെ എല്ലാം ഞാൻ നല്ല കയ്പൊക്കെ കാണുന്നുണ്ട്, നല്ലോണം കയ്പൊക്കെ കാണുന്നുണ്ട്. എല്ലാം ചിലതിൽ മൊട്ടാണ്, ചിലത് വണ്ണമുള്ള, ചിലത് നല്ലോണം വണ്ണമുള്ള, ഇങ്ങനെ കുറേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും വഴവെല്ലാം വെക്കുന്നില്ല, വറവ് കറി, അതാണ് കയ്പക്ക. ഇത് എന്ന് വെച്ചാൽ പച്ചക്കറിയാണ് ഈ തോട്ടത്തിന്. ഇത് പച്ചക്കറി, എല്ലാം പച്ചക്കറിയാണ്. പച്ചക്കറി എന്ന് വെച്ചാൽ കയ്പക്ക. കയ്പക്ക എല്ലായിടത്തും കയ്പക്ക ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്, ഫുള്ളും തൂങ്ങി കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കയ്പക്ക തോട്ടത്തിലാണ്. അവിടെ എല്ലാം കയ്പക്ക തോട്ടമാണ്. ഇങ്ങനെ ഓരോരോ വടി ഉണ്ടാവും, അതിനകത്ത് ഇങ്ങനെ ഇലയിൽ ഫുള്ളിതാ അതേപോലെ അങ്ങനെ ഉണ്ടാവുക കയ്പക്ക. ഇവിടെ വന്നിട്ട് ഇതെല്ലാം നമുക്ക് പറിച്ചിട്ട് വാങ്ങാം. ഇത് നല്ല നാടൻ കയ്പക്കാണ്, നാടൻ കയ്പക്ക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന പോലെയല്ല, പീടിയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, ഇത് നല്ല നാടൻ കയ്പക്കയാണ്. ഇത് മരത്തുനിന്ന് വളരുന്നതാണ്, ഇതിൻ്റെ വിത്തുനിന്ന് വളരുന്നതാണ്. ഇത് മുളച്ച് ഇങ്ങനെ വളരുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നടുക്കുള്ള അരുവിയാണ് ഇപ്പോൾ കാണുന്നത്. ഫ്രണ്ട്സ്, ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണിത്, ഒഴുകി പോകുകയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്, അവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങനെ പോകാം. പിന്നെ ഇത് നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഉണ്ടാവും. പിന്നെ തെളിഞ്ഞ വെള്ളമാണിപ്പോൾ. പോയാൽ നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല വെള്ളമാണ്. ഇത് അങ്ങോട്ടെല്ലാം തെളിഞ്ഞ വെള്ളമാണ്. കല്ലെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം പോവുക, ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ ഒഴുകി അങ്ങോട്ട്. പിന്നെ ഒരു കാര്യം, ഇത് മീനുകളുണ്ടാവും, പിന്നെ കുറച്ച് ജീവികളെല്ലാം ഇതുണ്ടാവും. മീനുകളുണ്ടാവും, പിന്നെ കുറച്ച് ജീവികളെല്ലാം ഇതുണ്ടാവും. അതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് കമ്പവല പോകുന്ന വഴിയാണ്, ഇത് എക്കോ സെൻ്ററാണിത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഇങ്ങോട്ടല്ല പോകുന്നത്, വേറെ സ്ഥലത്താണ്. അതിനാൽ വയ്യ പറയും സൂത്രം ഉണ്ട്, ഒളിപ്പിച്ച് കാണിച്ചു തരേ. അവിടെ ഒരു ആൽമരം ഉണ്ട്, ആൽമരം. അതിന് താഴത്ത് എക്സ്പോർട്ടാണല്ലോ, താഴത്ത് എക്സ്പോർട്ട്. അവിടെ വലിയ ആൽമരം, ഇത് കാണാൻ ആൽമരം, വലിയ ആൽമരമാണ്. താഴെ എക്സ്പോർട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ആൽമരവും ഉണ്ട്, താഴത്തെ എക്സ്പോർട്ടും ഉണ്ട്. സോറി, എക്സ്പോർട്ടല്ല, നീർച്ചാലാണ്. നീർച്ചാൽ താഴെ നീർച്ചാൽ, മുകളിൽ ആൽമരം. മാറിപ്പോയി, എക്സ്പോർട്ട് നോക്കി. ഹായ് ഫ്രണ്ട്സ്, അവിടെ ഒരു വെറൈറ്റി തേയിലത്തോട്ടം കണ്ടോ? തേയിലത്തോട്ടം, വെറൈറ്റി തേയിലത്തോട്ടമാണ് അത്. അത് കണ്ടേന്ന് കാണാൻ പറ്റുക, നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി തേയിലത്തോട്ടമാണ്. അതിൻ്റെ എല്ലാ മുകളടക്കം വെറൈറ്റി തേയിലത്തോട്ടമാണ്. സെറ്റായിട്ട് 1 2 3 അങ്ങനെ പോകും. അങ്ങ് വരെ ഉണ്ട്, അതാടി അങ്ങ് വരെ ഇങ്ങനെ തേയിലത്തോട്ടം. നമ്മൾ താഴ്ന്നു നല്ല രസമുണ്ട് കാണാൻ. ഹായ് ഫ്രണ്ട്സ്, അതാണ് ഉന്നക്കുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, കൊറോണ സമയം ട്രക്കിങ്ങാണ് അവിടെ. ഇപ്പോൾ അവിടെ പോകുന്നില്ല നമ്മൾ. ഇപ്പോൾ അവിടെ കൊറോണ അല്ലേ, ലോക്ക്ഡൗൺ സമയത്ത് അവിടെ നമ്മൾ പോകുന്നില്ല. അതാണ് അവിടെ എല്ലാം ഫുള്ള് മലയെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയായിട്ടുണ്ട്, ബ്യൂട്ടിഫുള്ളാണ്. ഇതുവരെയായിട്ട് ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇത് ബ്യൂട്ടിഫുള്ളാണ്, നല്ല അടിപൊളി സ്ഥലമാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് നമുക്ക് കാണാൻ. പിന്നില്ല, നേരത്തെ ഒരു സൂത്രമുണ്ട്, അതാണിത്. പിന്നെ ഇത് നല്ല സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് സൂത്രമായിട്ട് തന്നെ. പിന്നെ ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ തീർന്നു ഈ ബ്ലോഗ്.
എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.